എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പനീർ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ 200 ഗ്രാം പനീർ ചെറിയ പീസുകളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു വലിയ സവാള, ഒരു ക്യാപ്സിക്കം, പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ ഒരു പഴുത്ത തക്കാളി, വലിയ തക്കാളിയാണ്, ചെറുതാണെങ്കിൽ 2 അതൊക്കെ ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ മസാല ദോശയ്ക്കുള്ള പനീർ കൂട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചട്ടി ചൂടായി. ഇനി അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഓയിലോ എന്താ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിൽ പനീർ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ ഒന്ന് ഇട്ട് കൊടുത്തു. അതൊന്ന് നല്ല ഇളക്കി കൊടുക്കാം. ലൈറ്റായിട്ട് ഫ്രൈ ചെയ്താൽ മതി, ഇത് വേവാനാണ്. ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തു. കളറൊന്നും മാറണ്ട. ഞാൻ കൂട്ടിൽ കിടന്ന് വേവാളതാണ്, ഇത് പൊടിച്ച് ചേർക്കാനുള്ളതാണ്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇത് വെള്ളമൊക്കെ ഇറങ്ങി പോയി. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇത് പനീർ കോരിയെടുത്തു. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ സവാള ചെറിയ പീസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇതൊന്ന് ചെറുതായി ഒരു പകുതി വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. നന്നായി വാടണ്ട, ചെറുതായി വാടി വരട്ടെ. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും നന്നായി വാടി വരണം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായി വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ നമുക്കൊരു ആവശ്യത്തിന് എരിവിനുള്ള ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി, നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് കുറച്ച് കുരുമുളകും പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നു. മസാലക്കൂട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് പേസ്റ്റായിട്ട് വരണം. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അടച്ച് വെച്ച് ചെറുതീയിൽ ഒരു 5 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് വരും, പേസ്റ്റായിട്ട് വരും. അപ്പോൾ തക്കാളി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പനീർ, വറുത്ത് വെച്ച പനീർ പൊടിച്ചെടുക്കും. അങ്ങനെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് പൊടിച്ചതാണ് കേട്ടോ. പൊടിച്ച പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ പനീർ മസാല ദോശ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള കൂട്ടാണ്. ഇതേപോലെ ഒരു കൂട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാം, നല്ലതാണ്. ഈ കൂട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളൊരു 2 മിനിറ്റ് നേരം നമ്മളൊന്ന് അടച്ച് വെച്ച് ചെറുതീയിൽ വയ്ക്കുക. അപ്പോൾ അതൊന്ന് സെറ്റായിട്ട് വരും. അത് കഴിഞ്ഞാൽ നമുക്കെടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ പനീർ മസാല ദോശയ്ക്കുള്ള കറിക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. പനീർ മസാല ദോശയ്ക്കുള്ള കറിക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ കൂട്ടുണ്ടാക്കിയിട്ട് ദോശയുടെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്തു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.